യാതൊരു വിധത്തിലുള്ള കെമിക്കലൊന്നും ചേർക്കാത്ത ഓർഗാനിക് ഹെന്ന എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് നമുക്ക് 4 ഇൻഗ്രീഡിയൻസ് മതി. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി നമുക്ക് നല്ല ഹെന്ന പൗഡർ തന്നെ വേണം. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണം. ഞാനിവിടെ യൂക്കാലിപ്സ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതും ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ലൂസായി പോകും. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഈ ഒരു പരുവത്തിലായാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിൽ മുകളിലായിട്ട് കുറച്ച് വെള്ളം തളിക്കണം. ഇതേപോലെ ഒന്ന് ആക്കിയതിന് ശേഷം വെള്ളം തളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവുകയില്ല. നമ്മൾ എസൻഷ്യൽ ഓയിൽ ഇതിനകത്ത് ചേർത്തത് കൊണ്ട് അത് നല്ലതുപോലെ ഇതിൽ അബ്സോർബ് ആവുകയും ചെയ്യും. ഇത് നമുക്കിനി ഒരു ഫുൾ ഡേയോ അല്ലെങ്കിൽ ഒരു 16 hours ഒക്കെ നമുക്ക് വെക്കേണ്ടതുണ്ട്. ഞാൻ ഇതേപോലെ റാപ്പ് ചെയ്ത് നല്ലതുപോലെ വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺ തയ്യാറാക്കാം. ഇതേപോലെ നമ്മൾ ഒരു കോണും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് എന്തായെന്ന് നോക്കാം. ഇതേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹെന്ന റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു ബ്രൗൺ കളറാവും മുകൾ ഭാഗത്ത്. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്ത് ലംസമൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതുപോലെ സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ടൈറ്റായിട്ട് തോന്നുന്നെങ്കിൽ ആവശ്യമെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്തിരിക്കുന്ന ഈ ബാറ്റർ നല്ല സ്മൂത്തുമായിരിക്കണം. അതേപോലെ തന്നെ ഇങ്ങനെ സ്പൂൺ വെച്ചാക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടണം. എങ്കിൽ നമ്മുടെ ബാറ്റർ കറക്റ്റ് പരുവായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കട്ട പോലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മെഹന്തി കോൺ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ആ ട്യൂബിലും കുറച്ചാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടോ, ഇത് ജസ്റ്റ് 5 minute ഒക്കെ കയ്യിൽ പറ്റിയത് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 1 hour വെക്കാമെന്ന് കരുതി നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇതേ കണ്ടോ, ഇതിപ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ടുണ്ട്. അന്ന് തന്നെ നൈറ്റ് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒരു ചെറിയ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പിറ്റേ ദിവസം നമുക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് നോക്കാം. കണ്ടോ, കളർ നല്ലൊരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡ് പോലെ വന്നത് കണ്ടോ. അപ്പം ഇങ്ങനെ ഓർഗാനിക്കായിട്ടുള്ള ഹെന്ന നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെഹന്തി പൗഡർ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്റ്റെയിൻ കിട്ടുകയുള്ളൂ.